ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് സംവിധാൻ ഹത്യാ ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. തൂഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. രണ്ടാം ഘട്ടത്തിൽ എംഎൽഎമാരുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ നടക്കും. ഗവിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പാക്കേണ്ടത് അനിവാര്യമെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വന്യജീവി ശല്യം രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ജനവാസ മേഖലകളിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് സന്ദർശനം നടത്തും. വെനസ്വേലയിൽ ഇന്ന് രാവിലെയുണ്ടായ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ സൌത്ത് ആഫ്രിക്കയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ നോക്കൌട്ടിൽ. വാർത്തകൾ വിശദമായി. രാജ്യം ഇന്ന് സംവിധാൻ ഹത്യാ ദിവസ് ആചരിക്കുന്നു. ആഭ്യന്തര അസ്വസ്ഥതകൾ ചൂണ്ടിക്കാട്ടി 1975 ജൂൺ 25-നാണ് അന്നത്തെ രാഷ്ട്രപതി ഫഖ്റുദ്ദീൻ അലി അഹമ്മദ് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 352 പ്രകാരം ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത്. സാംസ്കാരിക മന്ത്രാലയത്തിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന ഒരു വർഷം നീണ്ട പരിപാടികളുടെ സമാപന ചടങ്ങ് ഇന്ന് ന്യൂഡൽഹിയിൽ സംഘടിപ്പിക്കും. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിക്കുന്നതായി ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയലിന്റെ 3 ദിവസത്തെ UK സന്ദർശനത്തിന് ഇന്ന് തുടക്കം. ഇന്ത്യ UK സമഗ്ര സാമ്പത്തിക വ്യാപാര കരാർ അടുത്ത മാസം 15-ന് പ്രാബല്യത്തിൽ വരാനിരിക്കെയാണ് ഈ സന്ദർശനമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. UK സന്ദർശന വേളയിൽ UKയുടെ വ്യാപാര വ്യവസായ സ്റ്റേറ്റ് സെക്രട്ടറി പീറ്റർ കൈലുമായി കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഉഭയകക്ഷി കൂടിക്കാഴ്ച നടത്തും. തൂഫാൻ ദൌത്യത്തിന്റെ രണ്ടാംഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. ഉദ്ഘാടനം ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല എറണാകുളത്ത് നിർവഹിച്ചു. ഓപ്പറേഷൻ തൂഫാന്റെ പ്രവർത്തനങ്ങൾ കാര്യക്ഷമമായി തന്നെ മുന്നോട്ടു പോകുന്നുണ്ടെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ഓപ്പറേഷൻ തൂഫാൻ ഒരു കൊടുങ്കാറ്റ് പോലെ കേരളത്തിൽ ആഞ്ഞടിക്കുകയാണ്. ഇന്നലെ ഏറ്റവും വലിയൊരു ക്യാച്ച് ഉണ്ടായി. ഏതാണ്ട് 18 കോടി രൂപ വില വരുന്ന ഹൈബ്രിഡ് ഗഞ്ച ഇന്നലെ പോലീസ് പിടികൂടുകയുണ്ടായി. കാസർഗോഡ് ഒരു ഫാക്ടറിയിൽ നിന്ന് ലഹരി നിറച്ച മുട്ടായി വിതരണം ചെയ്യുകയാണ്. വൻതോതിലുള്ള ശേഖരം ഇന്നലെ പിടിക്കുകയുണ്ട്. ഇന്ന് കേരളം മുഴുവൻ എല്ലാ സ്കൂളുകളിലും ഓപ്പറേഷൻ തുഫാന്റെ രണ്ടാം ഘട്ടം ആരംഭിക്കുകയാണ്. എല്ലാവരും ഇതിൽ പങ്കാളികളാകണം. MLA-മാരുടെ നേതൃത്വത്തിൽ നിയോജക മണ്ഡലാടിസ്ഥാനത്തിലുള്ള പ്രചാരണ പരിപാടിക്കാണ് ഇന്ന് തുടക്കമായത്. തൂഫാൻ ദൌത്യത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം ഈ മാസം 2-നാണ് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിച്ചത്. വർഷങ്ങളായി തരിശുകിടന്ന തിരുവനന്തപുരം പള്ളിപ്പുറം പാടശേഖരം പുനരുജ്ജീവിപ്പിച്ച് 125 ഏക്കറിൽ നെൽകൃഷി ഇറക്കുന്നു. തിരുവനന്തപുരം അണ്ടൂർക്കോണം ഗ്രാമപഞ്ചായത്ത്, കൃഷിഭവൻ, പാടശേഖര സമിതി എന്നിവരുടെ സംയുക്ത നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പുനർജനി പദ്ധതിയുടെ ഭാഗമായുള്ള വിതയുത്സവം കൃഷിമന്ത്രി T. സിദ്ദിഖ് ഉദ്ഘാടനം ചെയ്തു. മുൻ മന്ത്രിയും നെടുമങ്ങാട് MLA-യുമായ GR അനിൽ അധ്യക്ഷനായി. ഗവിക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജുകൾ നടപ്പാക്കേണ്ടതുണ്ടെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. പത്തനംതിട്ടയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി GS ശ്രീധർ. ഗവിയിൽ അങ്കണവാടി ഹെൽപ്പർ കൊല്ലപ്പെട്ടത് അങ്ങേയറ്റം നിർഭാഗ്യകരമായ സംഭവമാണെന്നും ഇതിന്റെ പശ്ചാത്തലത്തിൽ കുടുംബത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതായുണ്ടെന്നും വീട് സന്ദർശിച്ച് മുഖ്യമന്ത്രിക്ക് റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും മന്ത്രി ബിന്ദുകൃഷ്ണ പറഞ്ഞു. ടൂറിസ്റ്റ് ഭൂപടത്തിൽ ഇടം പിടിച്ചിട്ടുള്ള ഗവിയിൽ പ്രദേശവാസികളുടെ സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ സർക്കാർ ആലോചിച്ചു വരുന്നതായും മന്ത്രി പറഞ്ഞു. ഉച്ചയോടെ മന്ത്രി ഗവിയിൽ കൊല്ലപ്പെട്ട അങ്കണവാടി ഹെൽപ്പറുടെ വീട് സന്ദർശിക്കും. മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് പത്തനംതിട്ട ജില്ലയിലെ കോന്നി, റാന്നി എന്നിവിടങ്ങൾ സന്ദർശിക്കും. ജില്ലയിലെ വന്യജീവി മനുഷ്യ സംഘർഷം മനസ്സിലാക്കുന്നതിനും ദുരിതബാധിതരുടെ പരാതി കേൾക്കുന്നതിനും വന്യജീവി ശല്യം രൂക്ഷമായ ജനവാസ മേഖലകളാണ് സന്ദർശിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ ചോദ്യം ചെയ്യലിനായി മുൻ മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവുമായ പിണറായി വിജയന്റെ മകളും എക്സാലോജിക് മേധാവിയുമായ T. വീണ ഇന്ന് വീണ്ടും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുന്നിൽ ഹാജരായി. കഴിഞ്ഞ ബുധനാഴ്ചയാണ് വീണ ആദ്യമായി ചോദ്യം ചെയ്യലിന് ഹാജരായത്. ആദ്യം അന്വേഷണം നടത്തിയ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് കേസുമായി ബന്ധപ്പെട്ട രേഖകൾ ഇന്നലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കൈമാറിയിരുന്നു.
രാജ്യവ്യാപകമായി നടത്തുന്ന പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംസ്ഥാനത്ത് ഈ മാസം 28-ന് നടക്കും. പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം ഞായറാഴ്ച മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരം തൈക്കാട് മാതൃശിശു ആശുപത്രിയിൽ നിർവഹിക്കും. ഒരു റിപ്പോർട്ട്. സംസ്ഥാനത്ത് 5 വയസ്സിന് താഴെയുള്ള 19,80,224 കുട്ടികൾക്കാണ് തുള്ളിമരുന്ന് നൽകുക. ഇതിനായി 22,288 ബൂത്തുകൾ സജ്ജീകരിക്കും. തുള്ളിമരുന്ന് വിതരണത്തിന്റെ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. തുള്ളിമരുന്ന് നൽകാൻ 46,663 സന്നദ്ധ പ്രവർത്തകരെ പരിശീലനം നൽകി നിയോഗിക്കും. സാധാരണ ബൂത്തുകൾക്ക് പുറമെ യാത്രാവേളയിൽ കുഞ്ഞുങ്ങൾക്ക് വാക്സിൻ നൽകുന്നതിന് 539 ട്രാൻസിറ്റ് ബൂത്തുകൾ, 283 മൊബൈൽ ബൂത്തുകൾ, 9 ഉത്സവ മേള ബൂത്തുകൾ എന്നിവയും ക്രമീകരിക്കും. പോളിയോ ദിനത്തിൽ മരുന്ന് നൽകാൻ സാധിക്കാത്ത കുട്ടികൾക്കായി തുടർന്നുള്ള 2 ദിവസങ്ങളിൽ വോളണ്ടിയർമാർ ഭവന സന്ദർശനം നടത്തി തുള്ളിമരുന്ന് നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് നാളെ 1 മണിവരെ ഇ ട്രഷറി ഉൾപ്പെടെ ട്രഷറി സേവനങ്ങൾ തടസ്സപ്പെടും. സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് തടസ്സം. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ സൌത്ത് ആഫ്രിക്ക ദക്ഷിണ കൊറിയയെ ഏകപക്ഷീയമായ 1 ഗോളിന് പരാജയപ്പെടുത്തി. മറ്റൊരു മത്സരത്തിൽ ചെക്ക് റിപ്പബ്ലിക്കിനെ എതിരില്ലാത്ത 3 ഗോളിന് മെക്സിക്കോ കീഴടക്കി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു. തുടർച്ചയായ 3ാം ജയത്തോടെ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായാണ് ഇതിഹാസ താരം ഗില്ലർമോ ഒച്ചാവയുടെ മെക്സിക്കോ ലോകകപ്പിന്റെ നോക്കൌട്ട് റൗണ്ടിലേക്ക് എത്തുന്നത്. ചെക്ക് റിപ്പബ്ലിക്കിനെ മറുപടിയില്ലാത്ത 3 ഗോളുകൾക്കാണ് സഹ ആതിഥേയരായ മെക്സിക്കോ നിഷ്പ്രഭമാക്കിയത്. ഇന്ന് രാവിലെ നടന്ന ഗ്രൂപ്പ് എയിലെ മറ്റൊരു മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയോട് പരാജയപ്പെട്ടതോടെ ഏഷ്യൻ കരുത്തരായ ദക്ഷിണ കൊറിയയുടെ നോക്കൌട്ട് പ്രതീക്ഷകൾ തുലാസിലായി. സമനില നേടിയാൽ പോലും റൗണ്ട് ഓഫ് 32ലേക്ക് പ്രവേശിക്കാമെന്നിരിക്കെ എതിരില്ലാത്ത 1 ഗോളിനായിരുന്നു ദക്ഷിണ കൊറിയയുടെ പരാജയം. ഗ്രൂപ്പ് ബിയിൽ നിന്ന് സ്വിറ്റ്സർലൻഡ്, കാനഡ, ബോസ്നിയ ടീമുകളും ഗ്രൂപ്പ് സിയിൽ നിന്ന് ബ്രസീലും മൊറോക്കയും നോക്കൌട്ട് ഉറപ്പാക്കി. നോക്കൌട്ട് യോഗ്യതയ്ക്കായി ടീമുകൾ 2 കൽപ്പിച്ച് പൊരുതാനിറങ്ങുന്ന ഗ്രൂപ്പിലെ അവസാന പോരാട്ടങ്ങൾ തീപാറുമെന്ന് ഉറപ്പാണ്. ICC വനിതാ 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് ഇന്ത്യ ബംഗ്ലാദേശിനെ നേരിടും. മാഞ്ചസ്റ്ററിൽ ഇന്ത്യൻ സമയം വൈകുന്നേരം 7 മണിക്ക് മത്സരം ആരംഭിക്കും. ഹർമൻപ്രീത് കൌറിന്റെ നേതൃത്വത്തിലുള്ള വനിതാ ടീം നിലവിൽ ഗ്രൂപ്പ് എയിൽ 3 മത്സരങ്ങളിൽ 2 എണ്ണം വിജയിച്ച് 2ാം സ്ഥാനത്താണ്. ബംഗ്ലാദേശ് 4ാം സ്ഥാനത്തും. വെനസ്വേലയിലെ യുമറെ പട്ടണത്തിൽ ഇന്ന് രാവിലെ ഉണ്ടായ ഭൂകമ്പത്തിൽ 32 പേർ മരിക്കുകയും 700-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 7.5 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പത്തിൽ കാരക്കാസിലും പരിസര പ്രദേശങ്ങളിലും നിരവധി കെട്ടിടങ്ങൾ തകർന്നിട്ടുണ്ട്. ഭൂകമ്പത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്ത് അടിയന്തരാവസ്ഥ അറിയിച്ചു. വിദ്യാർത്ഥികൾക്കുള്ള ക്ലാസുകളും അത്യാവശ്യമല്ലാത്ത പ്രവർത്തനങ്ങളും നിർത്തിവച്ചതായി വെനസ്വേലൻ പ്രസിഡന്റ് അറിയിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ്. ഭൂകമ്പം മൂലമുണ്ടായ നാശനഷ്ടങ്ങളിൽ പ്രധാനമന്ത്രി മോദി ദുഃഖം രേഖപ്പെടുത്തി. സാധ്യമായ എല്ലാ സഹായവും ഇന്ത്യ നൽകുമെന്നും അദ്ദേഹം ഉറപ്പു നൽകി. ജപ്പാന്റെ വടക്ക് ഭാഗത്തും 6.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പമുണ്ടായി. എന്നാൽ സുനാമി മുന്നറിയിപ്പോ ആളപായമോ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സമാന തീവ്രതയുള്ള ഭൂകമ്പത്തിന് സാധ്യതയുള്ളതിനാൽ ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ കഴിഞ്ഞ 3 മാസത്തെ റേഷൻ വിതരണ തോത് ശരാശരി 90%. കഴിഞ്ഞ 7 മാസ കാലയളവിൽ 9,248 റേഷൻ കാർഡുകൾ മുൻഗണനാ വിഭാഗത്തിലേക്ക് മാറ്റി. രാജ്യത്തെ ഓഹരി വിപണികൾ നേട്ടത്തിൽ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 763 പോയിന്റ് ഉയർന്ന് 77,756-ലും നിഫ്റ്റി 225 പോയിന്റ് നേട്ടത്തിൽ 24,247-ലും വ്യാപാരം പുരോഗമിക്കുന്നു. സ്വർണ്ണവില പവന് 2,040 രൂപ കുറഞ്ഞ് 1,02,760 രൂപയും ഗ്രാമിന് 12,845 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആകാശവാണിയിലൂടെ ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 28-ന് രാവിലെ 11 മണിക്ക് നടക്കും. പരിപാടിയുടെ 135-ാം പതിപ്പാണിത്. മൻ കി ബാത്തിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും നാളെ വരെ MyGov, നമോ ആപ്പ് അല്ലെങ്കിൽ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ അറിയിക്കാം. പ്രധാന വാർത്തകൾ വീണ്ടും. അടിയന്തരാവസ്ഥ കാലത്ത് ജനാധിപത്യ മൂല്യങ്ങൾ സംരക്ഷിക്കാൻ പൊരുതിയവർക്ക് സംവിധാൻ ഹത്യാ ദിവസിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് ഉപരാഷ്ട്രപതി, പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രമുഖർ. തൂഫാൻ ദൌത്യത്തിന്റെ 2ാം ഘട്ട പ്രചാരണ പരിപാടികൾക്ക് സംസ്ഥാനത്ത് തുടക്കമായി. 2ാം ഘട്ടത്തിൽ MLA-മാരുടെ നേതൃത്വത്തിൽ പ്രചാരണ പരിപാടികൾ നടക്കും. ഗവിയിലെ ജനങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി പ്രത്യേകമായ പാക്കേജ് നടപ്പാക്കേണ്ടത് അനിവാര്യമാണെന്ന് മന്ത്രി ബിന്ദു കൃഷ്ണ. വന്യജീവി ശല്യം രൂക്ഷമായ പത്തനംതിട്ട ജില്ലയിലെ ജനവാസ മേഖലകളിൽ മന്ത്രി ഷിബു ബേബി ജോൺ ഇന്ന് സന്ദർശനം നടത്തും. വെനസ്വേലയിൽ ഇന്ന് രാവിലെയുണ്ടായ ഭൂകമ്പത്തിൽ 32 മരണം, 700-ലധികം പേർക്ക് പരിക്ക്. രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചു. ലോകകപ്പ് ഫുട്ബോളിൽ ഗ്രൂപ്പ് എയിൽ ദക്ഷിണ കൊറിയയ്ക്കെതിരെ സൌത്ത് ആഫ്രിക്കയ്ക്ക് ജയം. ചെക്ക് റിപ്പബ്ലിക്കിനെ പരാജയപ്പെടുത്തി മെക്സിക്കോ നോക്കൌട്ടിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50-ന്.